ഹലോ എവരി വൺ, എല്ലാവർക്കും സമ്മറ്റീവ് ലേണിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ലാസ്റ്റ് മിനിറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എക്സാമിലേക്ക് ഇനി നമുക്ക് 3-4 മാസങ്ങളൊക്കെയാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഈ ലാസ്റ്റ് മിനിറ്റിൽ ഇതുവരെ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഇനി സ്റ്റാർട്ട് ചെയ്താൽ പോലും നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ ആണ്. അപ്പം ഇനിയുള്ള മാസങ്ങൾ അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ഇതിൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാനിവിടെ നമുക്ക് അവശേഷിക്കുന്ന ടൈം പീരീഡ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് CUET PG എക്സാം, അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റി എക്സാമിന്റെ ഡേറ്റ് നോക്കുമ്പോഴത്തേനും ഏകദേശം നമുക്കൊരു അപ്രോക്സിമേറ്റ് 2 months, അതായത് 2 മാസം 60 ദിവസം നമുക്ക് കിട്ടാനായിട്ടുള്ള ചാൻസുകൾ ഉണ്ട്. അതുപോലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എൻട്രൻസുകൾ, അതായത് കേരള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോലെയുള്ള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എൻട്രൻസിലോട്ട് നോക്കുമ്പോൾ നമുക്ക് എങ്ങനെ പോയാലും ഒരു 3 മാസത്തിൽ കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ്, നമ്മുടെ നാട്ടിലുള്ള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് നോക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു ടൈം ഇവിടെ കിട്ടുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ സെൻട്രൽ ആണ് നോക്കുന്നത്, നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു ടൈം ആയിട്ടുണ്ട്, നിങ്ങൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പം ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ, അതായത് നമ്മളിപ്പം PG എൻട്രൻസിന്റെ കുറെ കോഴ്സുകൾ നമ്മൾ നോട്ട് അസിസ്റ്റൻസ് ഒക്കെ റീസെന്റ് പ്രൊവൈഡ് ചെയ്തിരുന്നു. അപ്പോൾ അത്തരത്തിൽ ആ നോട്ടുകൾ നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ളതിന്റെ ഒരു ടൈം ടേബിൾ ആണ് ഞാൻ ഇനി പറയാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ കളക്ട് ചെയ്യുക. നമ്മളത് നിങ്ങൾക്ക് ഇട്ട് തരും. പക്ഷെ ഒന്ന് നെറ്റിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് CUET PG പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സബ്ജക്റ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് ഈസിലി ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്ത് നിങ്ങളുടെ കയ്യിൽ വെക്കുക. അത് നിങ്ങൾ കൃത്യമായിട്ട് അതിന്റെ ആൻസർ കീ അതിലുണ്ടായിരിക്കും. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്ത് അതൊന്ന് പെരിഫറലി വായിച്ചിട്ട് അതിന്റെ പാറ്റേൺ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. എത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ഒരു 10 ക്വസ്റ്റ്യൻ എങ്കിലും, ഇപ്പോൾ ഒരു 100 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു 75 ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിലൊരു 10 ചോദ്യങ്ങളെങ്കിലും നിങ്ങൾക്ക് ഫെമിലിയർ ആണോ എന്ന് നോക്കുക. നിങ്ങൾക്ക് ഫെമിലിയർ അല്ലാത്ത ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക എന്നുള്ളതാണ്. നമ്മുടെ റെഗുലർ ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് ഒരു 650 പേജ് വരുന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ, സൈക്കോളജിക്കാർക്കൊക്കെ 650ഓളം പേജ് വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒരു ബുക്ക് മാത്രം ഇട്ടിട്ടുണ്ട്. ആ കുട്ടികൾ നിർബന്ധമായിട്ടും ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം തന്നെ വർക്കൗട്ട് ചെയ്യേണ്ടതാണ്. രണ്ടാമത്തത് കോൺസെപ്റ്റ് ക്ലാരിറ്റി ആണ്. ഇപ്പം എല്ലാവർക്കും തന്നെ, അതായത് PG നമ്മളുടെ നോട്ട് അസിസ്റ്റൻസിന് ജോയിൻ ചെയ്ത കുട്ടികൾക്കെല്ലാം ഫസ്റ്റ് സെറ്റ് നോട്ട് നിങ്ങൾക്ക് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം ആ ഫസ്റ്റ് സെറ്റ് നോട്ടുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അത് പെരിഫറലി ഒന്ന് വായിക്കുക. അപ്പം ആദ്യത്തെ സെറ്റ് നോട്ടിൽ നിങ്ങൾക്കൊരു കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സെറ്റ് നോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് പോകേണ്ടത് വീണ്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലോട്ട് പോവുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഇപ്പോൾ ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം ഉണ്ടായിരിക്കും അല്ലെ, ഒരു റൈറ്റ് ആൻസർ ഒരെണ്ണം ഉണ്ടായിരിക്കും. അതിന്റെ കൂടെ തന്നെ ഒരു 3 റോങ് ആൻസേഴ്സും കാണും. ഈ റോങ് ആൻസേഴ്സിന്റെ കോൺസെപ്റ്റുകൾ പഠിക്കുക. അതായത് ഒരു ചോദ്യം നിങ്ങൾ പഠിക്കുമ്പോൾ അവിടെ 4 ഉത്തരങ്ങൾ കൂടി നിങ്ങൾ പഠിക്കണം എന്നാണ് അർത്ഥം. മനസ്സിലായോ? അപ്പൊ അങ്ങനെ നോക്കുമ്പം ഒരു ചോദ്യത്തിന് 4 കോൺസെപ്റ്റുകളുണ്ട്. അപ്പൊ നിങ്ങളൊരു 100 ചോദ്യം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ 400 കോൺസെപ്റ്റുകളാണ് നിങ്ങൾ അവിടെ വർക്കൗട്ട് ചെയ്യുന്നത്. ഇത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്മാർട്ട് ട്രിക്കുകളാണ്. നമ്മൾ ഇതുപോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ ഇനിയുള്ള സമയം നമ്മൾ കൂടുതൽ കോൺസെപ്റ്റിൽ ഇരിക്കാതെ, അതായത് വായിച്ച് നോക്കുന്നതിൽ ഇരിക്കാതെ മോർ പ്രാക്ടീസ് ചെയ്യുന്നതിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഒരു ചോദ്യത്തിന്റെ കൂടെ ചോദിച്ചിരിക്കുന്ന ശരി ഉത്തരവും അതിന്റെ കൂടെ തന്നെയുള്ള തെറ്റുത്തരവും അതിന്റെ കോൺസെപ്റ്റുകൾ നമ്മൾ ക്ലിയർ ആയിട്ട് പഠിക്കണം. അപ്പൊ അതവിടെ വരണം എന്നുണ്ടെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടാണ് അവരത് ഓപ്ഷൻസിലെങ്കിലും ഇട്ടിരിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഈ ഒരു പാറ്റേൺ പിന്നെ നിങ്ങൾക്ക് ഇനി MCQs അപ്ലോഡ് ചെയ്ത് തരും. ഇപ്പൊ റീസെന്റ് ആയിട്ട് നോട്ട്സിന്റെ ബാച്ചസിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് MCQs, മോക്ക് ടെസ്റ്റ് പോലുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്ത് തരും. അപ്പൊ ആ MCQs വരുന്നത് വരെ നിങ്ങൾ ഈ ഒരു പാറ്റേണിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക.
മനസ്സിലായോ? എന്നിട്ട് ലാസ്റ്റ് നിങ്ങൾക്ക് ഈ MCQs ഇട്ട് തരുമ്പോഴത്തേനും ആ MCQസും കൂടി പ്രാക്ടീസ് ചെയ്യുക. നമുക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതിയെടുക്കണം എന്നുണ്ടെങ്കിൽ അതിലെ മെയിൻ ഘടകം എന്ന് പറയുന്നത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ റാങ്ക് അത്രയും മുന്നിലോട്ട് ആയിക്കൊണ്ടിരിക്കും. സോ എത്ര ബെറ്റർ ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നോ, എത്ര ബെറ്റർ ആയിട്ട് നിങ്ങൾ MCQs പഠിക്കുന്നോ, അത്രത്തോളം നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലാരിറ്റി കിട്ടാൻ ഇത് നിങ്ങളെ സഹായിക്കും. അപ്പം ഞാൻ ഒന്നും കൂടി ഒന്ന് ബ്രീഫ് ചെയ്യാം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. നിങ്ങൾ തീർച്ചയായിട്ടും നോക്കണം. എല്ലാ സൈറ്റുകളിലും അവൈലബിൾ ആണ്, നമ്മളത് ഇട്ട് തരും. പക്ഷെ എന്നാലും നമുക്കിപ്പം നിങ്ങളുടെ ഒരു സബ്ജക്റ്റ് മാത്രമല്ല, നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നമുക്ക് വന്നിട്ട് 27 സബ്ജക്റ്റിന്റെ PG അസിസ്റ്റൻസിന്റെ നോട്ടാണ് നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഇത്രയും സബ്ജക്റ്റുകൾക്ക് അപ്ലോഡ് ചെയ്ത് വരണം. അപ്പം അതുകൊണ്ട് കുറച്ചും കൂടി ബെറ്റർ നിങ്ങൾ ഈ MCQs, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് ഈസിലി അവൈലബിൾ ആണ് നെറ്റ് വഴി. അപ്പം നിങ്ങൾക്ക് അത് ഈസിലി ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അത്തരത്തിൽ നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് കൃത്യമായിട്ട് ഉള്ള ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നിങ്ങൾ ഇനിയുള്ള മുന്നോട്ടുള്ള കുറച്ച് നാളുകൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതുപോലെ തന്നെ അതിലുള്ള തെറ്റുത്തരങ്ങളുടെ കോൺസെപ്റ്റുകളും പഠിച്ചിരിക്കണം. ഒരു ചോദ്യത്തിൽ 4 ഉത്തരങ്ങളുണ്ട്, 4 ഓപ്ഷൻസ് ഉണ്ട്. 4 ഓപ്ഷൻസും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. ഇങ്ങനെ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റാങ്കോട് കൂടി ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന PDF-കൾ ഇപ്പൊ ടോട്ടൽ നിങ്ങൾ നോക്കുക, എത്ര പേജാണ് ഒരു PDF-ൽ വരുന്നത് എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇപ്പൊ സൈക്കോളജിക്കാർക്ക് ഒരു ഫസ്റ്റ് സെറ്റ് നോട്ട് ഇട്ടിരിക്കുന്നത് 29 പേജസ് വരുന്നതാണ്. അപ്പൊ ഈ 29 പേജസ് എന്ന് പറയുന്നത് ഒരു 3 to 4 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുക, ഈ 29 എന്നുള്ളത് നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. ഒരു 4 ദിവസം കൊണ്ട് നിങ്ങൾക്ക് അത് പഠിക്കണം എന്നുണ്ടെങ്കിൽ 29 ഡിവൈഡഡ് ബൈ 4 നോക്കുക. ഓക്കെ, 4 ദിവസം കൊണ്ട് ഇത് എങ്ങനെ പഠിക്കുക. അപ്പൊ ആ 4 ദിവസത്തിനുള്ളിൽ പഠിക്കുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ടോട്ടൽ നിങ്ങളുടെ നോട്ടുകൾ വന്നു കഴിയുമ്പം ടോട്ടൽ നമ്പർ ഓഫ് പേജസ് നോക്കുക. നിങ്ങൾ ടോട്ടൽ എത്ര പേജുകളുണ്ട്, ടോട്ടൽ നമ്പർ ഓഫ് പേജസ് ഇപ്പൊ 300 പേജാണ് വരുന്നത്. എല്ലാ നോട്ടും കൂടിയാണ് ഞാൻ പറയുന്നത്. നോട്ട്സ്, PYQs, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് എല്ലാം കൂടിയാണ് വരുന്നത്. കീവേഡ്സ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. കീവേഡ്സ് ഒരു എക്സ്ട്രാ റെഫറൻസിന് വേണ്ടി ഇട്ടേക്കുന്നതാണ്, സ്കിപ്പ് ചെയ്യാം. ആവശ്യം ഉള്ള ടൈമിൽ ഫ്രീ ടൈമിൽ അത് നോക്കിയാൽ മതി. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പേജസ് ഡിവൈഡഡ് ബൈ ഹൗ മെനി ഡേയ്സ് ലെഫ്റ്റ് ഫോർ ദ എക്സാം. അപ്പോൾ അത് നമുക്കൊരു 30 ഡേയ്സ് കൊടുക്കാം. ഓക്കെ, 30 ഡേയ്സ് കൊടുക്കാം. നമുക്ക് ശരിക്കും 60 ദിവസം ഉണ്ട്. CUET ആണെങ്കിൽ 60 ദിവസം ഉണ്ട്. പക്ഷെ നമ്മൾ എത്രയേ കൊടുക്കാവുള്ളൂ, 30 ദിവസമേ കൊടുക്കാവുള്ളൂ. അപ്പൊ എന്നിട്ട് ഒരു ദിവസം നിങ്ങളെ കൊണ്ട് പറ്റുന്ന മാക്സിമം പേജുകൾ നിങ്ങൾ കവർ ചെയ്യുക. ഇങ്ങനെയാണ് നിങ്ങളുടെ സബ്ജക്റ്റിന്റെ ടൈം ടേബിൾ നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ വരുന്ന 2-3 ദിവസം നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ സൈക്കോളജി റെഗുലർ ബാച്ചിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെപ്പറ്റേഷൻസ് വരാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ അതിലുള്ള തെറ്റുത്തരങ്ങളുടെ കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഇടുന്നതിന് പകരം ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് PDF രൂപേണ തന്നിട്ടുണ്ട്. മോക്ക് ടെസ്റ്റുകളും അപ്ലോഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ടൈം ഇനി പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. കോൺസെപ്റ്റ് ക്ലാരിറ്റി ഏകദേശം നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ കൂടുതൽ ടൈം നിങ്ങൾ എന്തിലേക്ക് ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ പ്രാക്ടീസിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഓക്കെ, അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. നല്ല രീതിയിൽ കോൺസെപ്റ്റ് ക്ലാരിറ്റിയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പ്രാക്ടീസും ഒക്കെ നിങ്ങളെ പെർഫെക്റ്റ് ആക്കും. എല്ലാവർക്കും നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.